നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അമീബിക് മെനിഗോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീവ്രമായ തലവേദന, കടുത്ത പനി, രോഗനിർണയം വൈകിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്ന ഒരു റെയർ കണ്ടീഷൻ തന്നെയാണ് ഈ അമീബിക് മെനിഗോ എൻസെഫലൈറ്റിസ്. നെഗ്ലേരിയ ഫൗലേരി എന്ന അമീബിക് വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലേക്ക് അത് ലീഡ് ചെയ്യുന്നത്. ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒരു കാരണവശാലും പകരില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. അമീബ പൊതുവെ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് കാണാറുള്ളത്. നീർച്ചാലിലോ കുളങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിൽ നേർത്ത ആ ഒരു ലെയറിലൂടെ നമ്മുടെ ശിരസിലേക്ക് കടക്കുകയും ബ്രെയിനിനെ ബാധിക്കുകയും അതുവഴി എൻസെഫലൈറ്റിസിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. രോഗാണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ 1 മുതൽ 12 ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യുക. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രമായിട്ടുള്ള തലവേദന, അതുപോലെ തന്നെ കടുത്ത പനി ഉണ്ടാവാം, ഓക്കാനം, ഛർദി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടും ആശയക്കുഴപ്പവും, അതൊരു പക്ഷേ കുറച്ചുകൂടി സിവിയർ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അപസ്മാരം, ഈവൻ കോമ സ്റ്റേജിലേക്ക് വരെ അത് പോകാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ, അതായത് ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ നമ്മൾ ഒരു മുൻകരുതലുകളും ഇല്ലാതെ നമ്മൾ പോയി കുളിക്കുകയും ഇങ്ങനെയുള്ള വെള്ളം നമ്മുടെ മൂക്ക് വഴി നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം ഗുരുതരമാവുന്നത്. ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ള നീന്തൽ കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നത് കൊണ്ട് പ്രശ്നം ഇവിടെ വരുന്നില്ല. ബ്രെയിൻ ഈറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷനെ നമ്മൾ വളരെ ഗൗരവപൂർവ്വമാണ് നോക്കിക്കാണേണ്ടത്. 97% ഇതിന്റെ ഫേറ്റൽ റേറ്റ് വരുന്നത്. അപ്പം ഒരു തവണ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിലേക്കായിരിക്കും അത് പോകുക. മഴക്കാലത്ത് ഒരുപാട് പകർച്ചവ്യാധികളാണ് നമ്മൾ എല്ലാ ദിവസവും ന്യൂസിലൂടെ നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെയും നമ്മുടെ ആരോഗ്യം വളരെയധികം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് നമ്മുടെ ബോഡീനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, സ്റ്റേ ഹെൽത്തി, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ഉറങ്ങുന്ന സമയം, എക്സസൈസ്, എല്ലാ കാര്യത്തിലും കുറച്ചുകൂടി നല്ലോണം ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.